നമസ്കാരം. അങ്ങനെ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു, യുദ്ധമുണ്ടാകില്ല, അമേരിക്ക ഇറാനെ ആക്രമിക്കില്ല, അതിനുള്ള ചങ്കൂറ്റം അമേരിക്കയ്ക്ക് ഇല്ല എന്ന്. എന്നാൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് അന്ന് ചെയ്തതുപോലെ, കഴിഞ്ഞ ജൂണിൽ ചെയ്തതുപോലെ ഇസ്രായേലാണ്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തങ്ങൾ കൂടി ചേർന്നാണെന്ന് അമേരിക്ക പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗതികേട് കൊണ്ടാണ്. അമേരിക്ക ഇറാനുമായിട്ട് കഴിഞ്ഞ തവണയും ചർച്ചകൾ നടത്തി. ആ ചർച്ചകൾ വിജയത്തിലേക്ക് അടുക്കുന്നുവെന്ന് കണ്ടപ്പോഴാണ് നെതന്യാഹു ഇടപെട്ടത്. അങ്ങനെ ആ ചർച്ചകൾ തുടരാൻ സാധിക്കാതെ പോയി. ഇപ്പോൾ വീണ്ടും അതേ ചർച്ചകൾ അമേരിക്ക തന്നെ മുൻകൈയെടുത്ത് ആരംഭിക്കുകയും 3 റൗണ്ട് ചർച്ചകൾ വേഗം നടക്കുകയും ഈ 3 റൗണ്ട് ചർച്ചകളും വിജയകരമായിരുന്നുവെന്നും വളരെയധികം പുരോഗതി അതിലുണ്ടായി എന്നും ഇറാൻ പറയുകയും ചെയ്തു. അടുത്ത ആഴ്ച വിയന്നയിൽ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ചർച്ച നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ അങ്ങനെ അത് ചെയ്യരുത്, ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഡൊണാൾഡ് ട്രംപിനില്ല. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ, ഡൊണാൾഡ് ട്രംപ് വളരെ വലിയ വീരവാദം മുഴക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ ഒരു ബാല്യക്കാരൻ്റെ റോളിലാണ് പാവത്ത നിൽക്കുന്നത്. കാരണം അമേരിക്കൻ സമ്പദ്ഘടന നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ചുരുക്കം ചില യഹൂദന്മാരാണ്. അവർ വിചാരിച്ചാൽ അമേരിക്കൻ എക്കണോമി ഒറ്റ ദിവസം കൊണ്ട് കൂപ്പുകുത്തും. അതിനവർക്ക് പറ്റും. അപ്പോൾ അവരെ പിണക്കിക്കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ തൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും എന്നറിയാവുന്ന ഡൊണാൾഡ് ട്രംപിന് ഈ കുഞ്ഞൻ രാജ്യമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ബാല്യക്കാരനെ പോലെ നിൽക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അതല്ല, ട്രംപിന് തൻ്റെ ഇടമുണ്ടെങ്കിൽ, അമേരിക്കൻ പ്രസിഡന്റിന് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇസ്രായേലിനോട് പറയണം, നിങ്ങൾ ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കാൻ പാടില്ല, മുമ്പ് കാണിച്ചതാണ്, ഇപ്പോഴും നിങ്ങളത് കാണിച്ചു, മേലാൽ ഇത്തരം വൃത്തികേടുകൾ കാണിക്കരുതെന്ന് അവരോട് പറഞ്ഞ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് യുദ്ധം നിർത്തൽ ചെയ്യുന്നതിന് പകരം നിസ്സഹായനായിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, ഞങ്ങൾ കൂടി ചേർന്നാണ് ഈ യുദ്ധം നടത്തിയത്. വളരെ വലിയ ഒരു ഊരാക്കുടുക്കിൽ പെട്ടുകിടക്കുകയാണ് ഈ ട്രംപ്. ഇറാനുമായിട്ടൊരു ഡീലിലെത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. എന്നാൽ അത് ഒരു കാരണവശാലും ശരി സാധിക്കില്ല, സാധിച്ചു കൊടുക്കില്ല എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. അപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്തി ഒരു ഉടമ്പടിയിലെത്തി ഇറാൻ്റെ ഉപരോധം നീങ്ങി ഇറാൻ കരുത്ത് ആർജിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ദീർഘകാലമായിട്ട് ഇങ്ങനെ താലോലിച്ചു കൊണ്ടുവരുന്ന ദ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രൊജക്റ്റ് നടക്കാതെ പോകും. അറബ് രാജ്യങ്ങൾ, നിങ്ങൾക്കറിയാം, അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അറിയാം. നാളെ അവരിത് ചെയ്യും എന്നവർക്ക് ഉറപ്പുണ്ട്. എന്നിട്ടും അവർക്ക് ഇറാൻ്റെ ഒപ്പം നിൽക്കാനുള്ള ധൈര്യമില്ല, അമേരിക്ക എതിർക്കാനുള്ള ധൈര്യമില്ല. കാരണം അവരുടെയും രാജ്യത്തിൻ്റെ സമ്പദ്ഘടന നിലനിൽക്കുന്നത് അമേരിക്കയുടെ സഹായം കൊണ്ടാണ്. അമേരിക്ക ഇല്ലെങ്കിൽ അവർക്ക് വളരെ വലിയ തകർച്ച നേരിടും. അപ്പോൾ സ്വന്തം നട്ടലിൽ പണയം വെച്ച് സമ്പത്തിന് വേണ്ടി അമേരിക്കയുടെ കൽപ്പനകൾ അനുസരിക്കുന്ന രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ. അവരുടെ ഇടയിൽ ഒറ്റപ്പെട്ട് ഒരു ഒറ്റയാനെ പോലെ നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. ഇറാനെ എതിർക്കുന്ന ഇസ്രായേലിൻ്റെ മൂട് താങ്ങുന്ന കുറേയേറെ മൊണ്ണകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഞാൻ അവരെ മൊണ്ണകൾ എന്നെന്തുകൊണ്ട് വിളിക്കുന്നത് ചോദിച്ചാൽ, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ അവർ മനസ്സിലാക്കിയതിനെ ഇറാൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്. എന്നാൽ അവരുടെ മനസ്സിലുള്ളത് വെറും വർഗീയത മാത്രമാണ്. അവർ നോക്കുമ്പോൾ ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്. ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് അതിനെ എതിർക്കണം എന്ന് ഈ മതഭ്രാന്തന്മാർ ചിന്തിക്കുന്നു. അവർ നോക്കുന്നത് നീതിയോ ന്യായമോ ഒന്നുമല്ല, മറിച്ച് വെറും മതം മാത്രമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ എത്രമാത്രമുണ്ട്. അമേരിക്ക പണ്ട് മുതൽ തന്നെ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ എത്രയധികമുണ്ട്. പാശ്ചാത്യർ പണ്ട് മുതൽ തന്നെ ഏതെല്ലാം രാജ്യങ്ങൾ കയ്യേറിയിട്ടുണ്ട്, നമ്മുടെ രാജ്യം ഉൾപ്പെടെ ഏതെല്ലാം രാജ്യങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്. ഇവ കാര്യങ്ങളൊന്നും അവർക്ക് വിഷയമല്ല. അവർക്ക് മതം മാത്രമാണ് വിഷയം. അത്രയ്ക്കും മൊണ്ണകളാണ്. പക്ഷേ അവർക്ക് എപ്പോഴെങ്കിലും ബോധമുദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ മുഖാമുഖം നോക്കി വെല്ലുവിളിക്കുന്ന ഇറാൻ എത്ര തൻ്റെ ഇടമുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ അവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇപ്പം നമ്മുടെ രാജ്യത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി
ട്രംപ് എന്തെങ്കിലും പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു മനുഷ്യനാണ്. അക്ഷരം പ്രതി അനുസരിക്കും, എതിർത്തൊന്നും പറയില്ല. ഇപ്പോൾ ഇറാൻ്റെ ചാബഹാർ പോർട്ട് ഇന്ത്യയും ഇറാനും ചേർന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് ഇന്ത്യ പണം മുടക്കിയിട്ടുണ്ട്. ട്രംപ് കണ്ണുരുട്ടി, അവിടെ പൈസ ഇറക്കരുത്, ഇറക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുമായിട്ട് നിങ്ങൾ തെറ്റും. ഇല്ല സാർ, ഇറക്കുന്നില്ല. ഇത്തവണത്തെ ബജറ്റിൽ 5 പൈസ മാറ്റി വെച്ചിട്ടില്ല ചാബഹാർ പോർട്ടിന്. അതേപോലെ തന്നെ അമേരിക്ക ഒരു കരാറുണ്ടാക്കി ഇന്ത്യയുമായിട്ട്. ഇന്ത്യയുടെ യാതൊരു പങ്കും അതിലില്ല. കരാർ മൊത്തം ഉണ്ടാക്കിയത് ട്രംപാണ്. ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് ഇതാണ് നമ്മൾ തമ്മിലുള്ള ട്രേഡ് അഗ്രിമെൻറ്റ്. കമാന്നൊരക്ഷരം നരേന്ദ്രമോദി അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കയുടെ കൽപ്പനകൾ അനുസരിക്കുന്ന രാജ്യങ്ങളാണ് ലോകത്തെല്ലായിടത്തും ഉള്ളത്. അവരുടെ കൂട്ടത്തിൽ തീർത്തും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. ഇറാൻ അങ്ങനെ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പണ്ട് മുതൽ തന്നെ മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി അധിനിവേശം നടത്തി അവിടങ്ങൾ നിയന്ത്രിച്ച് അവിടുന്ന് കൊള്ളയടിച്ച് അങ്ങനെ ലോകത്തിന് തന്നെ ഒരു ദ്രോഹമായിട്ട് നിൽക്കുന്നു എന്നതുകൊണ്ടും ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള പരമാധികാരമുണ്ട് എന്നതുകൊണ്ടും അതിന്മേൽ മറ്റൊരു രാജ്യത്തിന് കൈകടത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് കടത്താൻ പാടില്ല എന്ന അവരുടെ കരുത്തുറ്റ നിലപാട് കൊണ്ടുമാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇറാൻ്റെയും അമേരിക്കയുടെയും ഒക്കെ സ്തുതി പാടുന്ന ആൾക്കാരെന്ന് ആലോചിച്ച് നോക്കണം. ലോകത്തിലേക്കും ഏറ്റവും വലിയ സൈനിക ശക്തി, അവരെപ്പോലെ തന്നെ കരുത്തുറ്റ സൈനിക ശക്തിയായിട്ടുള്ള ഇസ്രായേൽ, ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഇറാനെ ആക്രമിക്കുന്നത്. രണ്ടുപേരും കൂടി ചേർന്ന് ആക്രമിച്ച അതേ ദിവസം തന്നെ ഇറാൻ ശക്തമായിട്ട് തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ സന്തോഷിക്കാനൊന്നുമില്ല. കാരണം നമ്മുടെ ഒരുപാട് വേണ്ടപ്പെട്ടവർ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഇത് വഷളായി കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ പരിതാപകരമാകും. പല ആൾക്കാർക്കും ജോലി വിട്ടിട്ട് പോരേണ്ടി വരും. കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ അത് കാര്യമായിട്ട് ബാധിക്കും. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഇപ്പോൾ ഇറാനെ അങ്ങോട്ട് കയറി ആക്രമിച്ച് യുദ്ധം തുടങ്ങിയ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെ നമുക്ക് ആരോട് ഉപമിക്കാൻ പറ്റും? ഇറാൻ ഇങ്ങോട്ടല്ല, ഇവരങ്ങോട്ടാണ് കയറി ആക്രമിച്ചത്. അങ്ങോട്ട് ആക്രമിച്ചപ്പോൾ തിരിച്ചടിക്കുക മാത്രമാണ് ഇറാൻ ചെയ്യുന്നത്. ടെൽ-അവീവിലും ഇസ്രായേലിൻ്റെ പലയിടങ്ങളിലും ഇറാൻ്റെ മിസൈലുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല കെട്ടിടങ്ങളും ഇതിനോടകം തകർന്നു കഴിഞ്ഞു. യുദ്ധത്തെക്കുറിച്ച് ഒരു വിശകലനം നടത്താൻ സമയമൊന്നുമായിട്ടില്ല. ഇതിൻ്റെ പോക്ക് എങ്ങോട്ടെന്ന് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ തുടക്കത്തിൽ തന്നെ ഇറാൻ ശക്തമായിട്ടുള്ള തിരിച്ചടി, അമേരിക്കയുടെ 5 താവളങ്ങളിലേക്ക് നേരിട്ട് തന്നെ അവർ ആക്രമണം നടത്തിക്കഴിഞ്ഞു. അതിൽ ഗൾഫ് രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ അതുകൊണ്ട് ഇപ്പോൾ വളരെയധികം അരക്ഷിതാവസ്ഥയായിരിക്കുകയാണ്. ഇറാൻ ഇത് നേരത്തെ പറഞ്ഞതാണ്, ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ താവളങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ ആക്രമിക്കും എന്നവർ തീർത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഈ യുദ്ധം യഥാർത്ഥത്തിൽ തുടങ്ങി വച്ചിരിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ ഒപ്പം നിൽക്കുകയല്ലാതെ ട്രംപിന് വേറെ രക്ഷയില്ല. നെതന്യാഹുവിൻ്റെ ബാല്യക്കാരൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ട്രംപ് നിൽക്കുന്നത്. ഇറാൻ പേടിക്കുകയോ ഭയന്ന് പിന്മാറുകയോ സൈനിക ബലം കണ്ടോ വാക്കുകളുടെ കാഠിന്യം കൊണ്ടോ ഒന്നും തന്നെ ഭയപ്പെടാത്ത ഒരു രാജ്യമാണ്. കഴിഞ്ഞ 46 കൊല്ലമായിട്ട് അവർ ഭയപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അവർ ലവലേശം ഭയപ്പെടുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ശക്തമായിട്ട് അവർ കൊടുക്കുന്ന തിരിച്ചടി. ന്യായം ഇറാൻ്റെ ഭാഗത്തായതുകൊണ്ട് ഇറാൻ തല കുനിക്കേണ്ടി വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇറാൻ തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ പ്ലാന്റുകളിൽ കയറി പരിശോധന നടത്താം, നിങ്ങൾക്ക് നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഞങ്ങളുടെ മേലുള്ള ഉപരോധം നീക്കണം. ഞങ്ങൾക്ക് ബോംബ് ഉണ്ടാക്കാൻ ഒരാഗ്രഹവുമില്ല. അവരൊരു രാജ്യത്തെയും ആക്രമിക്കാനും പോകുന്നില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ഗ്രേറ്റർ ഇസ്രായേലി പ്രൊജക്റ്റ് നടപ്പിലാകണമെങ്കിൽ, ഈ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിൻ്റെ കൺട്രോളിൽ വരണമെങ്കിൽ അവർക്കാദ്യം ഇറാനെ ഇല്ലാതാക്കണം. ഇറാനെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവിടെ ഇവരെ അനുസരിക്കുന്ന പണ്ടത്തെ ഷാമാരെ പോലെ അവരുടെ ഇപ്പോഴത്തെ അനന്തരാവകാശമായിട്ടുള്ള റേസ പഹ്ലാവി എന്ന് പറയുന്ന മുണ്ണയെ പിടിച്ച് അവിടുത്തെ ഭരണാധിപനായിട്ട് ഇരുത്തി അമേരിക്ക പറയുന്നത് മാത്രം അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു പാവ ഭരണകൂടം. അങ്ങനെ ഒരു ഭരണകൂടം വന്നു കഴിഞ്ഞാൽ പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് ഇസ്രായേൽ അവരെയും തങ്ങളുടെ ഭാഗമായിട്ട് അനക്സ് ചെയ്ത് ഇസ്രായേൽ എന്ന് പറയുന്ന മഹാരാജ്യമായിട്ട് ഇന്ന് കാണുന്ന ഗൾഫും മിഡിൽ ഈസ്റ്റും മൊത്തത്തിൽ മാറും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് നടപ്പിലാകില്ല എന്നാണ് തൻ്റെ ഇടമുള്ള രാജ്യമായിട്ടുള്ള ഇറാൻ പറയുന്നത്. ലോക പോലീസായിട്ടുള്ള അമേരിക്കയും
എന്ത് തമ്മാടിത്തരവും കാണിക്കാൻ മടിയില്ലാത്ത ഇസ്രായേലും ഒരുമിച്ച് ആക്രമിച്ചിട്ടും അവരെ നേരിട്ട് തിരിച്ചടിക്കുന്ന ഇറാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ രാജ്യമാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഞാൻ പറഞ്ഞതുപോലെ ന്യായം ഇറാൻ്റെ ഭാഗത്തായതുകൊണ്ട് തീർച്ചയായിട്ടും ആത്യന്തിക വിജയവും അവർക്ക് തന്നെയായിരിക്കും.